ദിസ് ഈസ് യുവർ ലൈഫ് ആൻഡ് ആ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും ബെറ്റർ ആയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നെ ഹായ് മാം, ഞാൻ 2 വർഷമായി ഒരാളുമായി ഇഷ്ടത്തിലാണ്. എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ സപ്പോർട്ടാണ്, എൻ്റെ അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷേ അയാളുടെ സൈഡിൽ നിന്ന് ഒത്തിരി കൺട്രോളിങ് ആയിട്ട് ഇപ്പോൾ വരുവാണ്. ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒരുപാട് കൺട്രോളിങ് ആണ്. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, ഞാൻ ഷോർട്ട് ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല. ആ കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഫിലിമിന് പോകുവാണെങ്കിൽ ഞാൻ അതിലെ ആക്ടറിനെ ഇഷ്ടമാണെന്ന് പറയുവാണെങ്കിൽ അതൊന്നും ഇഷ്ടമാവത്തില്ല. അങ്ങനെ വഴക്കിടാറുണ്ട് ഒത്തിരി. അങ്ങനെ എനിക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ നോക്കുവാണെങ്കിൽ 24/7 എനിക്ക് അവൈലബിൾ ആണ്. അപ്പം മാമിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു ഉപകാരമായിരുന്നു. വളരെയേറെ ഇമോഷണൽ ട്രോമയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റർ റിലേഷൻഷിപ്പിന് മുമ്പേ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇതിനെയൊക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് ആയിട്ട് തിരിച്ചറിയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു എന്ന് പറയുന്നു, അതോടൊപ്പം കൺട്രോൾ ചെയ്യുകയും ചെയ്യാണ്. പക്ഷേ ആ കൺട്രോളിങ് എന്ന് പറയുന്ന കുട്ടിക്ക് ഭയങ്കരമായിട്ട് സഫക്കേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പം ഇതിനെയൊക്കെ ചില കാര്യങ്ങൾ റെഡ് ഫ്ലാഗ്സ് ആയിട്ട് വയ്ക്കണം. എന്നിട്ട് സോറി പറയുന്നു, പിന്നെയും അത് കാല് പിടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞിട്ട് ഒരിക്കലും ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് പറയാനും പറ്റില്ല. അവൻ കൊടുക്കുന്ന ചെറിയ ചെറിയ ലവ് ആൻഡ് കെയർ അതൊരു അപ്പക്കഷ്ണങ്ങൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെയും കൺട്രോൾ വരും, പിന്നെയും അത് സോറി പറയും. അപ്പോൾ അതൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വളരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം എന്നോടല്ല, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയതിനു ശേഷം ആ റെഡ് ഫ്ലാഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം ഈ നിമിഷം വരെയും ആ കുട്ടി റിലേഷൻഷിപ്പിലേക്ക്, അതായത് മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല, അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലായതേ ഉള്ളൂ. അപ്പോൾ ആ റിലേഷൻഷിപ്പിലായ സമയത്ത് തന്നെ ആ റെഡ് ഫ്ലാഗ്സ് തിരിച്ചറിഞ്ഞിട്ട് ഒരു ബ്രേക്കപ്പ് ചെയ്യുവാണെങ്കിൽ അത് അത്ര വലിയ ഒരു അപരാധമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ പറയണ പോലെ തേച്ചിട്ട് പോയി എന്നോ കരുതേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് യുവർ ലൈഫ് ആൻഡ് ആ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും ബെറ്റർ ആയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നെ എന്താ പറയുക, മാറും എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുടെ ഒരു ചെറിയ ഒരു സ്ത്രീകളാവട്ടെ പുരുഷനാവട്ടെ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അത് വന്നിട്ട് ഇന്ന് ഹോപ്പ് കിട്ടും, നാളെ ശരിയാവുമായിരിക്കും, മറ്റന്നാൾ ശരിയാവുമായിരിക്കും. പക്ഷേ ഇത് ഡേ ബൈ ഡേ വന്നിട്ട് അത് നമുക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ലൈഫിനെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം നിർത്തേണ്ടത് അത് എത്രയും പെട്ടെന്ന് നിർത്തുക തന്നെ വേണം.